UDFും കോൺഗ്രസ് പാർട്ടിയും എടുത്തത് ഒരു രാഷ്ട്രീയമായ തീരുമാനമാണ്. ഗവൺമെൻറ്റിൻ്റെ യഥാർത്ഥ മുഖം ഭക്തരായ വിശ്വാസികളായ ആളുകളുടെ മുന്നിൽ തുറന്നു കാട്ടേണ്ട ഉത്തരവാദിത്തം പ്രതിപക്ഷത്തിനാണ്. സമുദായ സംഘടനകൾ NSS ഉൾപ്പെടെയുള്ള സമുദായ സംഘടനകൾക്ക് അവരവരുടെ തീരുമാനം എടുക്കാം. ഇപ്പോൾ ചിലർ പോകാൻ തീരുമാനിച്ചു, ഇപ്പോൾ യോഗക്ഷേമ സഭ പോലുള്ള ചിലർ പോകണ്ടെന്ന് തീരുമാനിച്ചു. പലരും പല തീരുമാനമെടുത്തു. പല സംഘടനകളിലും പല സമുദായ സംഘടനകളും അവർക്ക് ഇഷ്ടമുള്ള തീരുമാനമെടുത്ത് അത് അവരുടെ സ്വാതന്ത്ര്യമാണ്. അത് മുൻകൂട്ടി കണ്ടുകൊണ്ടുള്ള രാഷ്ട്രീയ തീരുമാനമാണ്. UDF എടുത്തത്. ആ രാഷ്ട്രീയ തീരുമാനത്തിൽ ഞങ്ങൾ ഉറച്ചു നിൽക്കുന്നു. ഞങ്ങൾ ശരിയാണെന്ന് വിശ്വസിക്കുന്നു. സമുദായ നേതാക്കൾക്കും സമുദായ സംഘടനകൾക്കും അവരവരുടേതായ തീരുമാനവും അവരവരുടേതായ അഭിപ്രായം ഉണ്ടാവും. അതിൽ ഞങ്ങൾക്ക് ഒരു വിരോധമില്ല. തിയോഫിനുണ്ട് കൊച്ചിയിൽ നിന്ന് വിവരങ്ങൾ നൽകാനായി. തിയോഫിൻ, ആഗോള അയ്യപ്പ സംഗമത്തിൽ NSS ജനറൽ സെക്രട്ടറിയുടെ വാക്കുകൾക്കുള്ള മറുപടിയാണ് ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് നൽകിയത്. അതായത് NSS ജനറൽ സെക്രട്ടറിയുടെ വാക്കുകളെ പൂർണ്ണമായും തള്ളിക്കളയുന്ന നിലപാട് തന്നെയാണ് അദ്ദേഹം സ്വീകരിച്ചത്. അതായത് UDFിന്റെ രാഷ്ട്രീയ തീരുമാനമായിരുന്നു അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാതിരുന്നത്. അത് ശരിയാണ്. ആ നിലപാടിൽ ഇപ്പോഴും ഉറച്ചു നിൽക്കുന്നുവെന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞു വെക്കുന്നത്. മനു, അതായത് പ്രതിപക്ഷ നേതാവിൻ്റെ വാക്കുകൾ ഒരു കാര്യം വ്യക്തമാക്കുന്നു. പ്രതിപക്ഷം ഇപ്പോൾ യഥാർത്ഥത്തിലൊരു പ്രതിസന്ധിയിലാണ്. തുറന്ന് NSSനെ എതിർക്കാൻ കഴിയുന്നില്ല. സർക്കാരിനെ അനുകൂലിക്കുന്നു, സർക്കാരിനെ വിശ്വാസമാണെന്ന് NSS പറയുമ്പോൾ പ്രതിപക്ഷത്തെ വിശ്വാസം ഇല്ല NSSന് എന്ന ഒരു ധ്വനി കൂടി അവിടെ വരുന്നുണ്ട്. പക്ഷേ അങ്ങനെ വരുമ്പോൾ തങ്ങൾ ഇനി NSSനെ എതിർത്ത് കഴിഞ്ഞാൽ വലിയ ശത്രുത NSSൻ്റെ ഭാഗത്തുണ്ടാവും എന്ന് തിരിച്ചറിവാണ് ഒരു പക്ഷേ NSSൻ്റെ വാക്കുകൾ അല്ലെങ്കിൽ NSSൻ്റെ നിലപാടിനെ എതിർക്കാൻ കഴിയാത്ത നിലയിലേക്ക് സതീശനെ എത്തിച്ചിരിക്കുന്നത്. എന്തായാലും തന്നെയുമല്ല, നേരത്തെ പലതവണ NSSനെ എതിർത്തപ്പോഴെല്ലാം ശക്തമായ വാക്ശരങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നയാളാണ് VD സതീശൻ. അങ്ങനെ പ്രതിസന്ധിയിലാവുകയും ചെയ്തിട്ടുണ്ട്. അത്തരത്തിലൊരു നിലപാടിലേക്ക് ഇനി പോകേണ്ട എന്ന നിലയിലാണ് സതീശൻ ഈ ഒരുപക്ഷെ തുറന്നെതിർക്കാത്ത രീതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. കാരണം നേരത്തെ ഒരുപാട് പരുഷമായ രീതിയിൽ NSS ജനറൽ സെക്രട്ടറി ഉൾപ്പെടെ പറഞ്ഞിട്ടുള്ള ആളാണ് സതീശൻ. പക്ഷേ ഇത്തവണ അതിന് സതീശൻ തയ്യാറായിട്ടില്ല. എന്നാൽ അയ്യപ്പ സംഗമത്തിൽ കോൺഗ്രസ് പങ്കെടുത്തില്ല എന്ന നിലപാട് അത് ശരിയായിരുന്നു എന്ന് ന്യായീകരിക്കുകയും ചെയ്യുന്നുണ്ട്. തങ്ങൾ ശരിയായ നിലപാട് സ്വീകരിച്ചു. പക്ഷേ NSS സ്വീകരിക്കാൻ അവർക്ക് അവകാശമുണ്ട് എന്നായിരുന്നല്ലോ NSS ജനറൽ സെക്രട്ടറി നമ്മളോട് സംസാരിച്ചപ്പോൾ, മറ്റു മാധ്യമങ്ങളോടൊക്കെ സംസാരിച്ചപ്പോൾ പറഞ്ഞത്. അപ്പോൾ NSS ജനറൽ സെക്രട്ടറിക്കുള്ള മറുപടിയല്ലേ ഇപ്പോൾ VD സതീശൻ നൽകിയിരിക്കുന്നത്. സുകുമാരൻ നായർ പറഞ്ഞത് തെറ്റാണ്, ആഗോള അയ്യപ്പ സംഗമത്തിൽ പങ്കെടുക്കാതിരുന്നത് ശരിയാണ് എന്ന ഞങ്ങളുടെ നിലപാടിന് തന്നെയാണ് പ്രാധാന്യം എന്നല്ലേ അദ്ദേഹം ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത്. മനു, അതായത് NSS കോൺഗ്രസിനെതിരെ പറഞ്ഞത്, പക്ഷേ അത് തുറന്ന് എതിർക്കാൻ സതീശന് ധൈര്യമില്ല എന്നത് തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം. അതായത് നിലപാട് തെറ്റാണെന്ന് NSS പറയുമ്പോഴും NSSനെ സാധാരണഗതിയിൽ അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, സാധാരണഗതിയിൽ ഇത്തരത്തിലൊരു പ്രതിസന്ധി ഉണ്ടാകുമ്പോൾ വലിയ പ്രതിഷേധവുമായി അല്ലെങ്കിൽ ഒരുപക്ഷെ വളരെ ശക്തമായി തന്നെ പ്രതികരിക്കുന്ന ഒരു പതിവ് VD സതീശനുണ്ട്. ഇവിടെ അത് സതീശന് സാധിക്കാതെ വരുന്നു എന്നതാണ് യാഥാർത്ഥ്യം. അതായത് കോൺഗ്രസിനുള്ളിൽ തന്നെ നിലപാട് വന്നിരിക്കുന്നത് അല്ലെങ്കിൽ നേരത്തെ നേതൃത്വം സ്വീകരിച്ച നിലപാട് തെറ്റായിരിക്കുന്നു. കാരണം ഈ വലിയൊരു അല്ലെങ്കിൽ പിന്തുണ ഈ അയ്യപ്പ സംഗമത്തിന് സമുദായ സംഘടനകളിൽ നിന്ന് ലഭിച്ചത് കൊണ്ട് തന്നെ കോൺഗ്രസ് സ്വീകരിച്ച നിലപാടിൽ അത് പിഴവ് സംഭവിച്ചിരുന്നു, ശക്തമായി തുറന്നെതിർക്കേണ്ടതുണ്ടായിരുന്നില്ല എന്ന് കോൺഗ്രസ് നേതാക്കൾക്കിടയിൽ അഭിപ്രായം ഉയർന്നു തുടങ്ങിയിരിക്കുന്നു ഉള്ളിൻ്റെ ഉള്ളിൽ തന്നെ. അതുകൊണ്ടുകൂടിയാണ് തുറന്നെതിർക്കാൻ കഴിയുന്നുമില്ല, എന്നാൽ ഇത് പറയാനും കഴിയില്ല. പറഞ്ഞതിൻ്റെ പേരിൽ NSSനെ കുറ്റപ്പെടുത്താനും കഴിയാത്ത ഒരു അവസ്ഥയിലേക്ക് VD സതീശൻ പറയുകയും വേണം. അത്തരത്തിലൊരു ഒരു തന്ത്രപൂർവ്വമായൊരു മറുപടിയാണ് VD സതീശൻ്റെ ഭാഗത്ത് ഉണ്ടായത് എന്ന് തന്നെ വേണം നമുക്കിത് കാണേണ്ടത്. കാരണം സമദൂരത്തിൽ നിന്ന് NSS മാറിയിട്ടില്ല എന്ന് അവർ തന്നെ ഉറപ്പിച്ച് പറഞ്ഞല്ലോ എന്നാണ് VD സതീശൻ ചോദിക്കുന്ന മറുചോദ്യം. പിന്നെ എന്താണ് പ്രശ്നം? അപ്പോൾ അവർക്ക് അവരുടെ നിലപാടെടുക്കാം. അവർ പറയുന്ന നിലപാടിൽ തെറ്റില്ല എന്ന് പറയുകയും ചെയ്തു വയ്ക്കുകയാണ് സതീശൻ. എന്നാൽ NSSനെ എതിർക്കാൻ ഇപ്പോൾ സതീശനെ കൊണ്ട് സാധിക്കുകയുമില്ല.